പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ദിവസം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4:11 തിരുവചനത്തിലൂടെ ഈശോ നമ്മോട് സംസാരിക്കുകയാണ്. വീട് പണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ആ കല്ലാണ് യേശു, മറ്റാരിലും രക്ഷയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും, ലോകത്ത് ഒരു സ്ഥലത്തും ഒരു വ്യക്തിയിലും നമുക്ക് രക്ഷ ലഭിക്കുകയില്ല. അത് എൻ്റെ നിങ്ങളുടെ രക്ഷകനായ യേശുവിൽ നിന്നല്ലാതെ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തിരുവചനം കേൾക്കുന്ന ഓരോ വ്യക്തികളോടും എനിക്ക് പറയുവാനുള്ളത്, വീട് പണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഞാനും നിങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്കണം. പ്രിയപ്പെട്ടവരെ, എപ്പോഴെങ്കിലും ഏതെങ്കിലും അവസ്ഥകളിൽ എൻ്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ടവനായ യേശുവിനെ തള്ളിക്കളഞ്ഞ നിമിഷങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തുവാനായിട്ട് സാധിക്കണം. പ്രിയപ്പെട്ടവനെ, എപ്പോഴെങ്കിലും ആ യേശുവിൽ നിന്ന് ഞാനും നിങ്ങളും അകന്നു പോയിട്ടുണ്ടോ? ചെറിയ ചെറിയ പാപങ്ങളിലൂടെയോ പാപ സാഹചര്യങ്ങളിലൂടെയോ വേദനിപ്പിച്ച് തള്ളിക്കളഞ്ഞൊരു നിമിഷം എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമുക്കത് ഏറ്റുപറയുവാൻ സാധിക്കണം. ഒരു മാനസാന്തര ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തിരിച്ചു വരുവാൻ, ആ ഈശോയിലേക്ക് തിരിച്ചു വരുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മളിൽ കുടികൊള്ളുന്ന ആ ഭാവം എന്താണെന്ന്, എന്നെയും എൻ്റെ യേശുവിനെയും തമ്മിൽ മാറ്റി നിർത്തിയ, എന്നിൽ കുടികൊണ്ടിരിക്കുന്ന ആ പാപം എന്തെന്ന് നമുക്ക് ഓരോരുത്തർക്കും ഒന്ന് ചിന്തിക്കുവാനായിട്ട് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ അത് മാറ്റുവാൻ, ആ പാപം എന്താണെന്ന് കണ്ടെത്തി അത് മാറ്റി ഒരു പുതിയ മനുഷ്യനായി, ഒരു പുതിയ ഹൃദയത്തിൻ്റെ ഉടമയായി ആ ഈശോയെ എൻ്റെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ, ഒരു മൂലക്കല്ലായി എൻ്റെ നിങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കുവാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കണം. എൻ്റെ നിങ്ങളുടെ രക്ഷകനായ ഈശോയെ. പ്രിയപ്പെട്ടവരെ, യേശു പറയുന്നത് ഇതാണ്, വചനം പറയുന്നത് ഇതാണ്. പ്രിയപ്പെട്ടവരെ, ആ കല്ലാണ് ഈശോ, ഞാനും നിങ്ങളും തള്ളിക്കളഞ്ഞ ആ മൂലക്കല്ല്. പ്രിയപ്പെട്ടവരെ, ആ യേശു എന്ന രക്ഷകന് എൻ്റെ നിങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കുവാനും എൻ്റെ നിങ്ങളുടെ അധരങ്ങൾ കൊണ്ട് വിളിച്ചു പറയുവാനും സമൂഹത്തിന്റെ ജനത്തിന്റെ മുമ്പിൽ സാക്ഷ്യം വഹിക്കുവാനും എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ഈ കാലഘട്ടത്തിൽ ഈ ലോകത്തിൽ എനിക്ക് നിങ്ങൾക്കോ മറ്റൊരു വ്യക്തിയിലും രക്ഷ ലഭിക്കുകയില്ല. ഒരു വ്യക്തികളുടെ മുമ്പിൽ പോലും എനിക്കും നിങ്ങൾക്കും രക്ഷ നേടുവാൻ നൽകുവാനോ ഒരു വ്യക്തിക്കോ സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, എൻ്റെ നിങ്ങളുടെ രക്ഷകനായ ഈശോയ്ക്കല്ലാതെ. ആ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ, ഈശോയെ രക്ഷകനും നാഥനുമായി ഏറ്റുപറയുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ.